അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മൈതാനത്തേക്കാണ്. അതായത് എഡിറ്റേഴ്സിൻ്റെ മൈതാനം അഥവാ പിച്ച്, അതാണ് ടൈം ലൈൻ. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊരു പിച്ച് പോലെ തന്നെയാണുള്ളത്. ഇതാണ് നമ്മുടെ പ്ലേയേഴ്സ്, ഇതാണ് നമ്മുടെ ഗാലറിയിലുള്ള ആളുകൾ, ഇതാണ് നമ്മുടെ റൺസ് കാണിക്കുന്ന സ്ക്രീൻ, ഇതാണ് നമ്മൾ ഡൗട്ട് വന്ന ഔട്ടാണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്ക്രീൻ, ഇതാണ് നമ്മുടെ സബ് ഇറങ്ങുന്ന ആൾക്കാർ. ഇവരെല്ലാം വന്നാലാണ് നമുക്ക് സബ് കളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു ടൈം ലൈൻ വർക്ക് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഒരു എഡിറ്ററിനെ അത് എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്നാലും നമുക്കൊന്ന് നോക്കിയാലോ. എൻ്റെ വീഡിയോസ് വർത്താണെന്ന് ചിന്തിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. ടൈം ലൈനിൽ കാണുന്ന ഓരോ ചിഹ്നങ്ങളെയും പ്രീമിയർ പ്രോ ബട്ടൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബട്ടൺ ഏതാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ബട്ടണാണ് സീക്വൻസ് ഇൻസേർട്ട് ബട്ടൺ. അതായത് ഒരു സീക്വൻസിനെ ഇൻസേർട്ട് ചെയ്യുന്ന രീതി അതാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്ലിപ്പാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ ആ ക്ലിപ്പിന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ക്ലിപ്പാണ് വരുന്നത് അല്ലേ. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം ലൈൻ തന്നെ ഇമ്പോർട്ട് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഒരു ടൈം ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിലോട്ട് എന്തെങ്കിലും പഴയ എന്തെങ്കിലും സംഭവങ്ങൾ കാണിച്ചു കൊടുക്കാനോ, നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് കാണിച്ചു കൊടുക്കാനോ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ, അത് ടൈം ലൈനായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, പ്രൊജക്റ്റായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, ആ പ്രൊജക്റ്റിനകത്തുള്ള ടൈം ലൈൻ നമുക്ക് അങ്ങനെ തന്നെ ഈ ടൈം ലൈനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് വേണമെങ്കിൽ ഇതുപോലെ ഇൻഡിവിജ്വലായിട്ടും നമുക്ക് ടൈം ലൈൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതൊരു സീക്വൻസ് ആയിട്ടും നമുക്ക് കൊണ്ടുവരാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ടൈം ലൈനാണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചൊരു ടൈം ലൈനാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊരു സീക്വൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ഒറ്റ ക്ലിപ്പായിട്ടാണ് കിട്ടുക. പക്ഷേ ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ, 2 ക്ലിപ്പൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ടൈം ലൈനായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ടാണ് അത് വന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ക്ലിപ്സും നിങ്ങൾക്ക് പുറത്തേക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സംഭവം ഓഫാക്കുക. ഇത് ഓഫാക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇത് കളയുന്നു. ഇത് ഞാൻ ഓഫാക്കിയിട്ടാണ് ഈ ക്ലിപ്പ് വലിച്ചിടുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ആ നെസ്റ്റിൻ്റെ അകത്തുള്ള എല്ലാ ക്ലിപ്സും ഓഡിയോസും എല്ലാം നമ്മൾ എങ്ങനെയാണ് ടൈം ലൈൻ സെറ്റ് ചെയ്തിരുന്നത് അതേപടി കിട്ടും. അടുത്ത ടൂളാണ് മാഗ്നറ്റിക് ടൂൾ, അതായത് സ്നാപ്പ് ടൂൾ. ഈ ടൂൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തടുത്ത ക്ലിപ്സിൻ്റെ കട്ട് പോയിന്റുകളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പ്ലേ ഹെഡ് ഇരിക്കുന്ന ഭാഗത്തേക്കും ക്ലിപ്പുകളെ സ്നാപ്പ് ചെയ്യും, അതായത് ഒട്ടിച്ചുവിടും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിത് ഈ സെലക്ട് ചെയ്തിട്ട് ഈ അടുത്ത ക്ലിപ്പിൻ്റെ ഈ ഗ്യാപ്പിലോട്ട്, ഈ കട്ട് പോയിന്റിലോട്ട് നിങ്ങൾക്ക് എത്തിക്കണം, പെട്ടെന്ന് ഷാർപ്പായിട്ട് എത്തിക്കണം എന്ന് വിചാരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ സ്പേസ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കണം. അപ്പോൾ എന്താവും, റിപ്പിൾ ഡിലീറ്റ് എന്ന് പറയുന്നത്. ആ സ്പേസ് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് റിപ്പിൾ ഡിലീറ്റ്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ സ്നാപ്പിംഗ് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് ഇത്രയും പോർഷൻ ഈ പൊസിഷൻ മാറാതെ, അതായത് ടൈം ഡ്യൂറേഷൻ അല്ല, ഈ ക്ലിപ്സ് ഇരിക്കുന്ന പൊസിഷൻ മാറാതെ ഇതിൻ്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ പോർഷൻ സെലക്ട് ചെയ്തിട്ട് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ടോ അത് സ്നാപ്പായി. അതായത് ആ ക്ലിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ബ്ലാക്ക് ലൈൻ വരും. നിങ്ങൾക്ക് കാണാം ആ ബ്ലാക്ക് ലൈൻ വരുന്നത് സ്നാപ്പ് ആവുന്നതാണ്, അതായത് മാഗ്നറ്റിക്കായിട്ട് ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ഡ്രോപ്പ് ചെയ്താൽ അവിടെ ഫിറ്റായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്ലേ ഹെഡ് ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ പോർഷൻ, അതായത് ക്ലിപ്പിൻ്റെ ഈ പോർഷൻ ഈ പ്ലേ ഹെഡ് ഇരിക്കുന്ന ഇവിടെയാണ് വരേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടോ എൻ്റെ ഹെഡ് ഇങ്ങനെ സ്നാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഹെഡ് ഇരിക്കുന്ന പോർഷൻ നിങ്ങൾക്ക് ഇത് ഈ സെൻറ്ററിലാണ് വരേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഹെഡ് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് ആ സെൻറ്റർ പിടിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ കണ്ടോ ഓരോ പോർഷനും സ്നാപ്പ് ആവുന്നുണ്ട്. കണ്ടോ അപ്പോൾ സെൻറ്ററാണ് വേണമെങ്കിൽ സെൻറ്റർ സ്നാപ്പ് ചെയ്താൽ സ്നാപ്പായി. കണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ആ സ്നാപ്പ്. അടുത്ത ടൂളാണ് ലിങ്ക്ഡ് സെലക്ഷൻ ടൂൾ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ക്ലിപ്പ് നമ്മൾ ടൈം ലൈനിലേക്ക് വലിച്ചിടുമ്പോൾ അതിൻ്റെ വീഡിയോ ഓഡിയോയും ലിങ്ക്ഡ് ആയിരിക്കും. ഓഡിയോ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് മാനുവലി ലിങ്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് അൺലിങ്ക് ചെയ്യാതെ തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്ത് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ സംഭവം അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഓരോ വീഡിയോയും ഓഡിയോയും സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നീക്കി വെക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോഴും അത് ലിങ്ക്ഡ് ആയിരിക്കും. നമുക്കിത് ഓൺ ആക്കിയാലോ എന്ത് സംഭവിക്കും, ഇത് മൂവ് ആവുന്നത് ഒരുമിച്ചായിരിക്കും. ഇപ്പോൾ നിങ്ങളിത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ അടിക്കുകയോ, അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, Ctrl+G, മാക്കിലാണെങ്കിൽ Command+G അടിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഗ്രൂപ്പ് സെലക്ട് ആവും. അപ്പോഴെന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് തന്നെയാണ് ഇത് മൂവ് ആവുള്ളൂ. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് വേണ്ട, ലിങ്ക്ഡ് അല്ല, ഗ്രൂപ്പായിട്ട് ഇരിക്കുക തന്നെ നിങ്ങൾക്ക് അത് മാനുവലി എന്തെങ്കിലും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓഫ് ചെയ്യുക, നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, കണ്ടോ നിങ്ങൾക്കത് മൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ടൂളാണ് മാർക്കർ. അതായത് നമുക്കിത് ടൈം കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മാർക്കർ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഈ ഡയറിയുടെ അകത്തൊക്കെ ഒരു വള്ളി ഉണ്ടാവും, നമുക്ക് എന്തിനാണ് ആ പേജ് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മാർക്കറിൽ എഴുതി വെക്കും. അതുപോലെ തന്നെ ടൈം ലൈനിലും നമുക്ക് എന്തെങ്കിലും ആഫ്റ്റർ എഡിറ്റിന് ശേഷം നമുക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്ലിപ്പിൽ മാർക്ക് ചെയ്യാം, അല്ലാതെ ടൈം ലൈനിലും മാർക്ക് ചെയ്യാം. അല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മളിത് ഈ പൊസിഷനിൽ ഈ ക്ലിപ്പിൽ എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് എനിക്കൊരു ഇഷ്യൂ എന്ന് വിചാരിക്കുക.
നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിപ്പിന് സെലക്ട് ചെയ്തിട്ട് നമ്മളിതിൽ ഈ പോർഷനിലോട്ട് ആഡ് മാർക്കർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിപ്പിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയോ ഒരു മാർക്കർ വന്നു. കണ്ടോ? ഇപ്പോൾ ഇതിൽ 3ലും കാണിക്കുന്നുണ്ട്, കാരണം അത് അതിൻ്റെ കോപ്പി ആയതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ല ടൈം ലൈനിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഈ 14ാമത്തെ സെക്കൻഡിലാണ് അത് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, പുറത്ത് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ക്ലിപ്പിൽ അത് സെലക്ട് ആയി കിടപ്പുണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്തിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്താൽ അൺടിക്കാവും. നിങ്ങൾക്കറിയാലോ, ക്ലിക്ക് ചെയ്ത് പുറത്ത് ക്ലിക്ക് ചെയ്താൽ അൺടിക്കാവും. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ സംഭവം മാർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം മേളിലാണ് മാർക്ക് വരാം. ഈ മാർക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം, ആ മാർക്കറിൽ എന്തെങ്കിലും എഴുതി വെച്ച് ആ മാർക്കറിൽ എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ആ പോർഷനിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ മാർക്കറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് വരും, കണ്ടോ, പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വന്നിട്ട് അതിൻ്റെ പേര് കൊടുക്കാൻ പറയും. എന്താണ് ഇഷ്യൂ എന്നടിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ഇഷ്യൂ എന്ന് അടിച്ചിട്ട് അതെ ഇന്നത് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇന്നത് ചെയ്യാനാണ് ഇനി ഇങ്ങനെ ചെയ്യാനാണെന്ന് അടിച്ചിട്ട് അതിനാൽ ഓക്കെ കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കളേഴ്സും കൊടുത്ത് ഡിഫറെൻ്റ് ആക്കി വെക്കാം. അതായത് ഒരു കോമൺ ഇഷ്യൂ റെഡിൽ കൊടുക്കാം അല്ലെങ്കിൽ യെല്ലോയിൽ കൊടുക്കാം. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും എഫക്ട്സിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളതിന് വേണ്ടിയിട്ട് ആ കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കളേഴ്സിലോട്ട് പോകാനൊക്കെ എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് ട്രാക്കുകളിലോട്ട് പോകാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓഡിയൻസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം V1, V2, V3 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് വീഡിയോ 1, വീഡിയോ 2, വീഡിയോ 3. ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞു ഉറപ്പിക്കുന്നില്ല. അതാണ് ഈ കാണുന്ന ഓരോ ട്രാക്കുകളാണ്. അതായത് ഇപ്പോൾ ഈ വീഡിയോസ് ഉള്ളത് ട്രാക്ക് 1ലാണ്. മനസ്സിലായല്ലോ? നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ലേബൽ കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിപ്പോൾ ഒരു ട്രാക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് 2-3 ട്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ വേറെ ക്ലിപ്പുകളാണെന്ന് വിചാരിക്കുക നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മേളിലെ ട്രാക്ക് കാണണ്ട. അതായത് ഈ ട്രാക്ക് അവിടെ വേണം, പക്ഷേ നമുക്ക് ട്രാക്ക് കാണണ്ട, താഴെയുള്ളത് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമുക്കിത് ഈ കണ്ണിന് ചിഹ്നം കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ട്രാക്ക് ഓഫായി. അതായത് നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാക്കി തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ സാറ്റുറേഷൻ ഞാൻ ചെറുതായിട്ടൊന്ന് കുറക്കണം. കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ബട്ട് മേളിലെ ട്രാക്ക് എന്താണ്, കളറാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയാൽ മേളിലെ ട്രാക്ക് കളർ ആയതുകൊണ്ട് ഇത് കാണും. എനിക്ക് ഈ ട്രാക്ക് വേണ്ട, താഴെയുള്ളതാണെങ്കിൽ വേണമെങ്കിൽ അത് ഓഫ് ചെയ്താൽ താഴെയുള്ളത് കാണും. അതാണ് ട്രാക്ക് ജസ്റ്റ് ഓഫ് ചെയ്ത് വിസിബിലിറ്റി ഓൺ ആക്കി ഓഫ് ആക്കി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി വരുന്നത് ലോക്കാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ട്രാക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഒരു കട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഇതേ കട്ട് കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി, ഈ ട്രാക്ക് 1ലുള്ള എല്ലാം നീല കളർ സെലക്ട് ആയി കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രാക്ക് സെലക്ട് ആയി എന്നാണ് അർത്ഥം. ഇനി നമ്മളിത് V2 കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ ജസ്റ്റ് ഇനിയും കട്ട് കൊടുത്തതിനാൽ കണ്ടോ മേലുള്ള ട്രാക്ക് കട്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രാക്ക് കട്ടായല്ലോ, അപ്പോൾ നമുക്ക് ഈ ട്രാക്ക് മാത്രം കട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ ട്രാക്ക് കട്ടാവണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മളിത് ഇത് റീസെറ്റ് ചെയ്തിട്ട് ഈ ട്രാക്ക് കട്ടാവണം, ഈ ട്രാക്ക് കട്ടാവാൻ പാടില്ല, ഇതിലൊന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല, മേലുള്ള പോർഷൻ മാത്രമേ കട്ടാവാൻ പാടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ട്രാക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. അപ്പോൾ ഒരു ലൈൻ വരും, കേട്ടോ, ബ്ലാക്ക് ലൈൻ വരും. അതായത് ഡിസേബിൾ ആയ പോലെ. അതിൽ ഡിസേബിൾ മീൻസ് വിഷ്വൽ അവിടെ ഉണ്ടാവും, പക്ഷേ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും പരിപാടിയും ഒന്നും പൊസിഷൻ മൂവിങ് ഒന്നും നടക്കില്ല, അത് ലോക്ക്ഡായി. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അത് മാത്രമേ കട്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്ത് കട്ട് ചെയ്താലും കണ്ടില്ലേ, അതിൻ്റെ പോർഷൻ ലിങ്ക്ഡ് ആണെങ്കിൽ കൂടി എന്ത് പറ്റും, അത് എഫക്റ്റ് ചെയ്യില്ല. അതാണ് ലോക്ക്. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കട്ടാവും. ഇത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക എന്ന് വെച്ചാൽ ഓഡിയോക്ക് അനുസരിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് ഏറ്റവും വലിയ ഉപകാരം വരാം. നമ്മൾ ട്രാക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് മാത്രം കട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ പാട്ടിൻ്റെ ബീറ്റ് കട്ടാവില്ല. നമ്മളിത് ഫാസ്റ്റ് റൺ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓഡിയോ അതിൻ്റെ കൂടെ ആ കട്ടിൽ കട്ടായി കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓഡിയോ ലോക്ക് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലോക്ക്. ഇനി ഓഡിയോ ട്രാക്സിൻ്റെ ശ്രദ്ധിച്ചോ, അതായത് ഈ 3 സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ മ്യൂട്ട് ചെയ്യാൻ. ഇപ്പോൾ ഈ ട്രാക്ക് പ്ലേ ചെയ്ത് എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി സൗണ്ട് കേൾക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ട്രാക്ക് കേൾക്കണ്ടെന്ന് വിചാരിക്കുക. അതായത് ഈ ട്രാക്ക് കേൾക്കണ്ട, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് മ്യൂട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കില്ല. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ താഴത്തെ ട്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ഈ ട്രാക്ക് ഇവിടെ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നോക്കി ഈ ട്രാക്ക് മാത്രമാണ് നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്, താഴത്തെ ഒന്നും മ്യൂട്ടല്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിന് പ്ലേ ചെയ്ത് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ പ്ലേ ആവും. കണ്ടോ, നമ്മൾ വേണമെങ്കിൽ ഈ ട്രാക്കും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മ്യൂട്ടാക്കിയാൽ കണ്ടില്ലേ, ഒന്നും കേൾക്കില്ല. അടുത്തതാണ് സോളോ ട്രാക്ക്. സോളോ ട്രാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എല്ലാം മ്യൂട്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ട്രാക്ക് മാത്രം, അതായത് എല്ലാം മ്യൂട്ടാക്കിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ട്രാക്ക് അൺമ്യൂട്ട് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഔട്ട് എടുക്കുമ്പോൾ ആ പോർഷനിൽ സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഫസ്റ്റ് ട്രാക്കിൽ എന്താണ് നമ്മുടെ ഡയലോഗ്സ് ആണെന്ന് വിചാരിക്കുക, നെക്സ്റ്റ് ട്രാക്കിൽ മ്യൂസിക് ഉണ്ടാവും, അടുത്ത ട്രാക്കിൽ SFX ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയലോഗ് മാത്രം ഒന്ന് കേൾക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ ട്രാക്ക് ഏതാണോ ആ ട്രാക്കിൽ സോളോ ക്ലിക്ക് ചെയ്തതിനാൽ, സോളോ എന്നാൽ നമുക്കറിയാലോ, ഒറ്റക്ക് അല്ലെങ്കിൽ സോളോ ട്രിപ്പ് എന്ന് പറയില്ലേ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. അതായത് സിംഗിളായിട്ട് കേൾക്കുക. ആ ട്രാക്ക് കേൾക്കുന്നതാണ് എന്ത്, സോളോ. നിങ്ങളിത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ട്രാക്ക് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അതാണ് സോളോ പ്ലേ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡിംഗ്. ഒന്നുമില്ല, ജസ്റ്റ് അത് ഏത് ട്രാക്കിലാണോ വോയിസ് റെക്കോർഡിംഗ് വേണ്ടത് നമ്മൾ എവിടെയാണ് കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൗണ്ട് ഡൗൺ വരും. കണ്ടോ, 1 2 3 ഇവിടെ നിങ്ങൾ റെക്കോർഡ് ആവുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഒന്നുകൂടി കേൾക്കാം, ചിലപ്പോൾ ഡബിളായിട്ട് കേൾക്കും. നിങ്ങൾ നോക്കിയോ, ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം.
കണ്ടോ, ഞാൻ മൈക്കിൽ റെക്കോർഡ് ചെയ്ത സൗണ്ട് അവിടെ വന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ലൈവായിട്ട് നരേഷൻ ചെയ്യാം, ഡബ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെക്കോർഡിംഗ് കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നതാണ് വർക്ക് ഏരിയ ബാർ. അതായത് നമ്മളുടെ ഇൻ ആൻഡ് ഔട്ടിൻ്റെ തന്നെ വേറൊരു രൂപമാണത്. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ക്ലിപ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ വർക്ക് ഏരിയ ബാർ എങ്ങനെ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ആ ക്ലിപ്സ് ആഡ് ആവും തോറും ഓട്ടോമാറ്റിക്കലി അത് ഫിറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. ഇവിടെ വരെ ഞാൻ വലിച്ചിട്ടപ്പോൾ ആ ടൈമിൽ അത് കാണിച്ചു തരുന്നു. കണ്ടോ, നിങ്ങൾക്കിത് കാണാം. കണ്ടോ, ഫിറ്റ് ആവുന്നത് ഇൻ ആൻഡ് ഔട്ട് പോലെ തന്നെ. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കണം എന്നാണ് പറയുന്നത്. ഇൻ ആൻഡ് ഔട്ട് ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇന്നടിച്ചു, ഇവിടെ ഒരു ഇന്നടിച്ചു, ഇവിടെ ഒരു ഔട്ട് അടിച്ചു. അപ്പോൾ ഇതിനകത്ത് മാത്രം വർക്കാവുന്നു. പക്ഷേ നമുക്ക് ഔട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇൻ ആൻഡ് ഔട്ട് പ്രോപ്പർ അല്ലെങ്കിൽ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ഏരിയ ബാറിലാണ് ഔട്ട് വിടാൻ പോകുന്നത്. നമ്മൾ അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് 3 ലൈൻ പോലെ ജസ്റ്റ് അവിടെ കൊണ്ടിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇതിനെ ഫിറ്റായി. അതായത് ഇവിടെ വരെയും ഫയൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താവും, വർക്ക് ഏരിയ ഫുള്ള് നമ്മൾ എവിടെ വരെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് ക്ലിപ്സ് എന്തെങ്കിലും ചുമ്മാ ഇവിടെ ഒരു ക്ലിപ്പ്, അനാവശ്യമായ ഒരു ക്ലിപ്പ് ഇവിടെ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. വളരെ ദൂരെയാണ് ഇത് കിടക്കണമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ ഇവിടെ വരെയാണ് ടൈം ലൈൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും ഇരിപ്പുണ്ടാവുക. എന്തെങ്കിലും സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അവിടെ ക്ലിപ്പ് കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എംറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വരെ ഇൻ ആൻഡ് ഔട്ട് വിട്ടിട്ട് വിട്ടേക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ക്ലിപ്പ് ഇങ്ങനെ ദൂരെ കിടപ്പുണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇത് ഇവിടെ വന്ന് ഫിറ്റായി. അതായത് ഇവിടെ വരെ ഫയൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ട്രാക്കുകൾ താഴേക്ക് വരുവാണെങ്കിൽ ഇതിങ്ങനെ നമ്മൾ അടിയിലേക്ക് പോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഹൈഡായി കിടക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ക്ലിപ്പ് കിടപ്പുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. സോ അത് ഔട്ട്പുട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് പ്രിസൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക് ഏരിയ ബാർ. ഇനി നിങ്ങൾ ഇവിടെ ഒരു സംഭവം ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു ബാർ പോലെ കാണാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ലൈൻ ഫിറ്റ് ആക്കാനും സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വേണ്ട. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടൈം ലൈൻ എന്താവും, ഫിറ്റ് ആവും. ലെഫ്റ്റിലേക്ക് പോയാൽ സൂം ആവും. അതേപോലെ തന്നെ ഇവിടെയുണ്ട്. അതായത് നമുക്ക് കണ്ടോ ട്രാക്കിൻ്റെ ലെങ്ത്ത് വലുതാക്കാനും നമുക്കത് വ്യൂ വലുതാക്കി കാണാനൊക്കെ ചെയ്യാം. കണ്ടോ ഇത്രയും ബീറ്റൊക്കെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കണ്ടോ അതൊക്കെ മനസ്സിലാവില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫിറ്റ് ആക്കാനും പറ്റും. ഇനി നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാനായിട്ട് അല്ലാതെയും പറ്റും. കീബോർഡിൽ ജസ്റ്റ് പ്ലസ് ആൻഡ് മൈനസ് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സൂം ഔട്ടായി, സൂം ഇന്നായി. നിങ്ങൾക്ക് ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇത്രയും സൂം ആയിരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മുടെ ബാർ കീ, അതായത് എൻ്ററിൻ്റെ തൊട്ട് മേലുള്ള ബാർ കീ കിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അത് ഫിറ്റായി. ഇനി നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ പ്ലേ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തേക്ക് അത് സൂം ആവും. ഞാൻ ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. കണ്ടോ അങ്ങോട്ട് സൂമായി. ഞാൻ ഇത് ലാസ്റ്റാണ് വെച്ചേക്കണമെന്ന് വിചാരിക്കുക. അങ്ങോട്ട് സൂം ആവും. ഫിറ്റ് ആകുമ്പോൾ ഫിറ്റ്, സൂം ചെയ്യുമ്പോൾ പ്ലേ ഹെഡ് എവിടെയാണ് ഇരിക്കുന്നത് അങ്ങോട്ട് സൂം ആവും. ഇനി നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കി, ഈ ഗ്യാപ്പ് കണ്ടോ, ഇത് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്. നമുക്കിതിങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് കയറ്റി വെച്ചാൽ ചിലപ്പോൾ ഒരിത്തിരി അകത്തോട്ട് കയറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി ഇത് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ജസ്റ്റ് ഈ സ്പേസിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഒരു വൈറ്റ് ലൈൻ വരും. അത് ഇത്രയും സ്പേസ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താലും ബാക്ക് സ്പേസ് കൊടുത്താലും എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി അത് ഫിറ്റ് ആവും. ആ ഗ്യാപ്പ് അവിടെ ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഗ്യാപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനാൽ കണ്ടോ റിപ്പിൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് റിപ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിലീറ്റ് കൊടുത്താലും ഓട്ടോമാറ്റിക്കലി അത് കണ്ടോ അത് ഫിറ്റായി. ഇതാണ് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ടൈം കോഡ് കാണുന്നുണ്ടോ, അതാണ് എന്ത് റൂളർ ടൈം കോഡ്. അതായത് ഒരു സ്കെയിൽ പോലെ തന്നെ നമ്മൾ സ്കെയിലിൽ മെഷർമെൻറ്റ് എടുക്കില്ലേ, 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച്, അതേപോലെ സെക്കൻഡ്സ് മില്ലി സെക്കൻഡ്സ് അങ്ങനെയൊക്കെ നമുക്ക് അളക്കാനായിട്ടുള്ള, അതായത് ആ പോർഷനിലാണുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണതുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കോഡാണെന്ത് ഈ കാണുന്ന റൂളർ ടൈം കോഡ്. അപ്പോൾ ഇതാണ് എന്ത് അതിൻ്റെ എക്സാക്റ്റ്, അതായത് ഈ പ്ലേ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ എക്സാക്റ്റ് ടൈം കോഡാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയോ അതിങ്ങനെ മൂവ് ആവും. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് പ്ലേ ഹെഡ് കണ്ടോ മൂവ് ആവും. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും കാണാം, എവിടെ പ്രോഗ്രാം മോണിറ്ററിലും കാണാം, സെയിം തന്നെ കണ്ടോ. സോ ഇതാണ് ടൈം ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓർഡറിൽ കാണാം, എന്നാലാണ് നമുക്ക് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഫ്ലോ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും സിനിമാറ്റോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.